എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ചൈന, ഇന്ത്യ ആൻഡ് ന്യൂഡൽഹീസ് ക്വാഡ് ഡിലിമ. ഇത് നമ്മുടെ IR പെർസ്പെക്റ്റീവിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു ക്ലാഷിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യ ചൈന റിലേഷൻസ് ഇപ്പോൾ കറണ്ട് സ്റ്റേജ് എങ്ങനെയാണ്. ഭയങ്കര ഡിറ്റോറിയേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഇപ്പോൾ കറൻ്റ്ലി പോകുന്നത്. പക്ഷേ ഹൗ വി ഷുഡ് മാനേജ് ദാറ്റ്. ഓക്കെ, അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നൊരു പെർസ്പെക്റ്റീവ് തരുന്ന ഒരു എഡിറ്റോറിയലാണ്. GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എഡിറ്റോറിയലാണ്. പിന്നെ എ ക്രിട്ടിക്കൽ മെസ്സേജ് ഫോർ ദ ഏർബൻ എലൈറ്റ്. ഓക്കെ, ഇത് നമ്മുടെ ഹീറ്റ് ഐലൻഡ് പോലത്തെ ടോപ്പിക്കൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന, ജിയോഗ്രഫി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. GS3 എൻവയോൺമെൻറ്റ് കാറ്റഗറിയിൽ ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് മെയിൻസ് പെർസ്പെക്റ്റീവിൽ. അപ്പം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസും കൂടിയാണ്. പിന്നെ സ്കൾട്ടിങ് പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ. നമുക്കറിയാം നാച്ചുറലി റൈറ്റ് ടു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയൽ തന്നെയാണ് ഇത്. GS2 പൊളിറ്റി ആയിട്ട് റിലേറ്റഡ്. ഇപ്രാവശ്യത്തെ ന്യൂസിൽ നമുക്ക് കൂടുതലും എഡിറ്റോറിയലാണ് കുറച്ച് നല്ല ന്യൂസുകളുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടാണെങ്കിലും ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ന്യൂസുകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ന്യൂസുകളിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ചൈന, ഇന്ത്യ ആൻഡ് ന്യൂ ഡൽഹീസ് ക്വാഡ് ഡിലിമ. ഓക്കെ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇൻ സെപ്റ്റംബർ India's Prime Minister Narendra Modi joined forces with the US to host a pivotal meeting of the Quad comprising Australia, India, Japan and the United States. Okay, it wasn't just another diplomatic gathering, it was a significant move hinting at a stronger security alliance aimed at countering China's growing influence in the Indo-Pacific region. While Wellington Declaration that emerged from the meeting didn't name China directly, its message was clear. ഓക്കെ, അതിൽ ക്വാഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ചൈനയുടെ ആക്ടിവിറ്റീസിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് വ്യൂ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ ചൈന റിലേഷൻസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഇന്ത്യസ് റിലേഷൻഷിപ്പ് വിത്ത് ചൈന ഹാസ് നോട്ട് ജസ്റ്റ് സ്റ്റാൾഡ്, ഇറ്റ്സ് സ്റ്റെഡ്ലി ഡിറ്റോറേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസർ ലുക്ക് നമ്മൾ ഈ സിറ്റുവേഷൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഒന്ന് സ്റ്റാൾഡ് ഡിപ്ലോമസി റേസിംഗ് ടെൻഷൻസ്. ഒന്നെന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ഫ്രീസാണ്, പെർട്ടിക്കുലർലി റിഗാർഡിംഗ് ബോർഡർ ഇഷ്യൂസ് ഹാസ് ബീൻ വറിങ് ഇൻ റീജിയൻസ് ലൈക്ക് ലഡാക്ക്. There has been no significant progress in disengaging the military despite ongoing talks. Friction points have only increased. ഓക്കെ, പിന്നെ മിലിറ്ററി ബിൽഡപ്പ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ നമുക്കറിയാം ലഡാക്ക് ഇഷ്യൂ വന്നതിന് ശേഷം ബോർഡറിൽ വളരെയധികം ട്രൂപ്സിനെ അവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റാംഡ് അപ്പ് ഇറ്റ്സ് ഡിഫൻസ് മെഷേഴ്സ് അലോങ് ദ China-India border, inducting heavy weaponry such as howitzers, missiles and long-range artillery. China hasn't been sitting idle either. Its military posture remains aggressive, adding to the already tense atmosphere. പിന്നെ സ്ട്രാറ്റജിക് കൺസേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ China's recent behavior, including public statements from its military leadership, suggests a willingness to be assertive, especially in disputed regions like the Himalayas. ഓക്കെ, അപ്പം ഈ ക്വാഡിൽ ഇന്ത്യക്കുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു ബാലൻസിനെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ, walking the tightrope of diplomacy. Okay, while being part of the Quad strengthens India's strategic position, it also risks provoking China, which views Quad as a tool used by US to contain its race. നമുക്ക് നോക്കുകയാണെങ്കിൽ ക്വാഡ് എന്ന് പറയുന്നത് എന്താണ്, അത് കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ വെസ്റ്റേൺ കൺട്രീസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഐഡിയോളജീസ് ഡോമിനേറ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി US ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് ആക്ച്വലി ചൈനയുടെ ഗ്രോത്തിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് എന്ന് ചൈനയ്ക്കൊരു പെർസെപ്ഷൻ ഉണ്ട്. പിന്നെ ഗ്രോയിങ് US alignment. As tensions with China escalate, India's strategic partnership with the US becomes even more crucial. However, this deeper alignment means India needs to tread carefully to avoid pushing China into taking retaliatory actions. In a regional security equation നോക്കുകയാണെങ്കിൽ, the unresolved border disputes, particularly in Ladakh, are like open wounds that can flare up at any moment. അതായത് നമുക്കറിയാം ഓൾറെഡി ലഡാക്ക് പോലത്തെ സിറ്റുവേഷൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു സ്കെയിലിലോട്ട് എസ്കലേറ്റ് ചെയ്യും. അപ്പോൾ കറണ്ട് കേസിൽ ചൈനാസ് പോളിസീസ് നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി അണ്ടർ പ്രസിഡന്റ് Xi Jinping,
reflect a more aggressive nationalism that is hard to ignore. Okay, shifting borders, shifting narratives, China's approach to border issues. അതായത് നമുക്കറിയാം അരുണാചൽ പ്രദേശൊക്കെ ഇന്ത്യയുടെ ടെറിട്ടറി അല്ല, ചൈനയുടെ ടെറിട്ടറി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്താണ് അതെല്ലാം അനക്സ് ചെയ്യുന്നത്. Okay, it is also about shaping narrative, claiming disputed areas as historically theirs, framing the conflicts as challenges to its sovereignty. അതായത് എന്താണ്, ഇപ്പം ഇന്ത്യയുടെ പാർട്ടാണ് അരുണാചൽ പ്രദേശ്, ഫോർ ഹിസ്റ്റോറിക്കലി ആണെങ്കിലും നമ്മുടെ പാർട്ടായിരുന്നു. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഇവർ പറയുവാണ്, ചൈന പറയുവാണ് ഇത് ഞങ്ങളുടെ പാർട്ടായിരുന്നു ഹിസ്റ്റോറിക്കലി, അപ്പോൾ ഇന്ത്യ ആ സ്ഥലം കയ്യേറുവാണെന്നുള്ളൊരു നാരേറ്റീവിലാണ് ഇവരിതെല്ലാം അനക്സ് ചെയ്യാനായിട്ട് നോക്കുന്നത്. Okay, the threat perception. To Beijing, these territorial disputes aren't merely about borders. They represent an existential challenge to the China's rise as a global power, which justifies its military stance. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ഇന്ത്യ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണം? ഓക്കെ, അപ്പം അതെന്താണ് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഒന്ന്, ഫോർട്ടിഫൈ ദ ബോർഡേഴ്സ്. ഇന്ത്യ നീഡ്സ് ടു കീപ് ഇറ്റ്സ് border defenses robust to deter any possible Chinese intrusions. Stay engaged in diplomacy. While deepening ties with the Quad, India should continue diplomatic efforts with China. Dialogue, even when difficult, can help prevent the situation from spiraling out of control. അതായത് ഒരു ലിമിറ്റ് വിട്ട് കാര്യങ്ങൾ അവതാളത്തിലാകാതിരിക്കാനായിട്ട് നമ്മളൊരു പ്രോപ്പർ ചാനൽ കോൺവെർസേഷൻസ് ഉണ്ടെങ്കിൽ നടക്കാനായിട്ട് അത് ഒന്ന് ഈസ് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്കണോമിക് പ്രാഗ്മാറ്റിസം ആണ്. വൈൽ ഡിഫൻസ് സ്ട്രാറ്റജീസ് ആർ ക്രൂഷ്യൽ, എക്കണോമിക് ടൈസ് വിത്ത് ചൈന ഷുഡിൻ ബി എൻറ്റയർലി ഡിസ്കാർഡഡ്. ട്രേഡ് റിലേഷൻസ് ക്യാൻ പ്രൊവൈഡ് ലെവറേജ് ആൻഡ് കീപ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ. ഇപ്പോൾ നമുക്കറിയാം ഏകദേശം 81 ബില്യൺ to 100 ബില്യൻ്റെ അടുത്താണ് നമ്മുടെ ഇന്ത്യ ചൈന ട്രേഡ് വരുന്നത്. ഓക്കെ, അപ്പം ചൈനീസ് ഇമ്പോർട്ട്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻ മണീനെ അവരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ അവർ ഹൈലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അഗ്രസീവ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് ശരിക്കും ഫിസിബിൾ അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ ലെവറേജ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ഷുവർ ദ ചൈന കീപ്സ് അവേ ഫ്രം അവർ പോളിസീസ്. അല്ലെങ്കിൽ നമ്മുടെ ബോർഡേഴ്സിൽ നിന്ന് അവർ മാറി നിൽക്കാനായിട്ട് നമ്മുടെ എക്കണോമിക് പവറിനെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ലെവറേജിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേ ഫോർവേഡ് നോക്കുവാണെങ്കിൽ India faces a complex challenge in managing its relationship with China while also embracing its role in the Quad. It's like walking on a tightrope, finding a balance between security, diplomacy, and economic interest, while also interest will be key to navigating its delicate situation. അപ്പം നമ്മൾ ഇതിനകത്ത് ഒന്നുകൂടെ റീവാമ്പ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിക്കുകയെന്ന് വെച്ചാൽ, ക്വാഡ് എന്ന് പറയുന്ന ഒരു സിഗ്നലാണ്. അതായത് ഒരു ഡിപ്ലോമസി എന്ന രീതി മാത്രമല്ല, ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഏഷ്യ പസഫിക് റീജിയനിൽ ക്വാഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് വേണം. ഓക്കെ, ഇന്ത്യ ചൈന റിലേഷൻസ് ആണെങ്കിലും നമുക്ക് ഡിപ്ലോമസി താഴോട്ട് പോവുകയാണ്. പിന്നെ ബോർഡർ സെക്യൂരിറ്റിയുടെ കേസിലാണെങ്കിലും ഓൺഗോയിങ് ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. പിന്നെ അത് ചിലപ്പോൾ എസ്കലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചൈനയുടെ നരേറ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് സോവറിനിറ്റി ചലഞ്ച്, അതായത് ചൈനയുടെ ബോർഡേഴ്സിനെ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള നരേറ്റീവിലാണ് സ്പ്രെഡ് ആകുന്നത്. ഓക്കെ, ഇന്ത്യയുടെ അപ്രോച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തൻ ബോർഡർ ഡിഫൻസസ് സ്ട്രെങ്തൻ ചെയ്യുക, ഡിപ്ലോമാറ്റിക് ചാനൽസ് ഓപ്പൺ ചെയ്യുക, എക്കണോമിക് ടൈസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുന്നത് ക്രിട്ടിക്കൽ മെസ്സേജ് ഫോർ ദ urban elite. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് എന്ന് വെച്ചാൽ ദിസ് ഇയർ ഇന്ത്യ എക്സ്പീരിയൻസ്ഡ് an unforgiving summer with record breaking heat waves. Temperatures hit a staggering 50 degrees Celsius in Delhi, and although official reports list over 200 deaths due to the heat, many more lives went uncounted. Okay, as the monsoon finally brings some relief, it's clear that we are ignoring a critical warning signal. We need to act before another heat wave strikes. Okay, അപ്പം ഈ urban heat island എഫക്റ്റ് കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ വേഴ്സണിങ് ഹീറ്റ് ഇൻ സിറ്റീസ് ആണ്. Over the last decade, cities in India have faced high rising frequency of heat waves, often much worse than the rural areas. Urban heat island effect എന്ന് പറയുമ്പോൾ എന്താണ്, where urban areas are significantly hotter due to human activities plays a key role. അതായത് ആ ഒരു ഏരിയയിൽ പെട്ടെന്ന് ചൂട് കൂടും, അതനുസരിച്ച് അവിടെ ലിവിങ് കണ്ടീഷൻസും കാര്യങ്ങളും മാറും. ഓക്കെ, പിന്നെ ഹീറ്റ് ഡോം എഫക്റ്റ് അതൊക്കെ ഇതുമായിട്ട് വേണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. Okay, contributors of urban heat
ഐലൻഡ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ എക്സാബറേറ്റഡ് ബൈ ദ കോൺക്രീറ്റ് ആസ്ഫാൾട്ട് അല്ലെങ്കിൽ ഗ്ലാസ് സർഫേസസ് ആണ്. അത് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? അതുപോലെ തന്നെ വെഹിക്കിൾസിൽ നിന്നും എയർ കണ്ടീഷനിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നും ഒക്കെ ഉള്ള ഹീറ്റ് എമിഷൻസും ഇതിനെ ഈ ഒരു റീജിയനെ പിന്നെയും ഹോട്ടാക്കും. ഓക്കെ, സിറ്റീസ് ലൈക്ക് ഗുരുഗ്രാം വിത്ത് ഇറ്റ്സ് കോർപ്പറേറ്റ് ബിൽഡിങ്സ് ആൻഡ് ഹൈ റൈസ് സ്ട്രക്ചേഴ്സ് ആർ എസ്പെഷ്യലി വൾണറബിൾ. പിന്നെ ലാക്ക് ഓഫ് ഗ്രീൻ കവർ ഒരു കാരണമാണ്. ആബ്സെൻസ് ഓഫ് ഗ്രീൻ സ്പേസസ് further compounds the problem as there is little relief from the heat. This affects the quality of life for everyone, particularly for those without access to air conditioned spaces. എസ്പെഷ്യലി എന്താണ് പൂവർ സെഷനാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഏത് സെഷൻസ് ഓഫ് സൊസൈറ്റീനെയാണ് ഈ അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് ഒക്കെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൂവർ സെക്ഷൻസ് ആണ് കൂടുതൽ വരുന്നത്. പിന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് എന്താണ് പൂവർ ഫേസ് ദ ഹാർഷസ്റ്റ് കണ്ടീഷൻസ് ആണ്. ലേബറേഴ്സ് അല്ലെങ്കിൽ ഡെലിവറി വർക്കേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അവർക്കൊന്നും വേറെ ഇതില്ല, ചോയ്സ് ഇല്ല. അവർ ഔട്ട്സൈഡാണ് വർക്ക് ചെയ്യുന്നത്. their livelihoods force them to endure scorching heat for long hours, sometimes without adequate water or shade. പിന്നെ ടെക്നോളജീസ് റോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, while technology can provide some relief, it often worsens social inequalities. Air conditioning, for example, makes it easier for the affluent to ignore the crisis, while ride-hailing apps and doorstep services encourage a sedentary lifestyle. ഓക്കെ, അതായത് ആൾക്കാർക്ക് പബ്ലിക് സ്പേസിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരും. പക്ഷേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗി ഓടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഊബർ ഓടുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്താണ് ഈ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉള്ള ആൾക്കാരെ കേട്ടർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അല്ലെങ്കിൽ പുവർ ആൻഡ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്താണ് ഈ ഒരു വർക്ക് ചെയ്യാതെ ഇവർക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഇവരുടെ ലിവിങ് കണ്ടീഷൻസ് മച്ച് ബെറ്റർ ആക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. ഓക്കെ, അപ്പോൾ അവരെയാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. നീഡ് ഫോർ സസ്റ്റൈനബിൾ ഏർബൻ പ്ലാനിങ്. ഓക്കെ, അൺചെക്ഡ് ആയിട്ടുള്ള ഏർബൻ പ്ലാനിങ് ഒരു ഇഷ്യൂ ആണ് ഇന്ത്യയിലെ. പൂർലി പ്ലാൻഡ് സിറ്റീസ് സ്ട്രഗിൾ വിത്ത് ഇഷ്യൂസ് ലൈക്ക് പൂർ എയർ ക്വാളിറ്റി, flooding, reduced green spaces. Unplanned urban expansion fails to consider the needs of all sections of the സൊസൈറ്റി. എസ്പെഷ്യലി നമ്മുടെ ഈ ആൻസർ റൈറ്റിംഗ് പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തെല്ലാം ഒരു ഡെമോഗ്രാഫിക് ഇമ്പാക്റ്റും കൂടി, അതായത് പീപ്പിളിനെ എങ്ങനെ സൊസൈറ്റിയിൽ എങ്ങനെ ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ലക്ഷറി റീഡിഫൈൻഡ്. മോഡേൺ ഡെഫിനേഷൻ ഓഫ് ലക്ഷറി, എയർ കണ്ടീഷൻ സ്പേസസ്, കൺവീനിയൻസ് സർവീസസ് has detached people from the realities of harsh urban living. This insulates the affluent from the environmental hardships while leaving the marginalized to face the burnt of it. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഇത് ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ദേ ഹാവ് ദ ലക്ഷറി ഓഫ് എയർ കണ്ടീഷനിങ്, അല്ലെങ്കിൽ ഇവരുടെ സറൗണ്ടിങ്സ് കൂളാക്കാനായിട്ട് ഉള്ള ഫെസിലിറ്റീസൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഏർബൻ ഹീറ്റ് ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ്? ഒന്ന്, എൻഹാൻസ് ഗ്രീൻ കവർ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് പാർക്സ്, ഗ്രീൻ റൂഫ് ടോപ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഗാർഡൻസ് ടു മിറ്റിഗേറ്റ് ദ ഏർബൻ ഐലൻഡ് എഫക്റ്റ്. ഇൻക്ലൂസീവ് ഏർബൻ പോളിസീസ്. ഇംപ്ലിമെൻറ്റ് പോളിസീസ് ദാറ്റ് പ്രയോറിറ്റൈസ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓവർ മെയർ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്, ഫോക്കസിങ് ഓൺ ലോ ഇൻകം നെയ്ബർഹുഡ്സ്. പിന്നെ പ്രൊമോട്ട് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ആണ്, അതായത് ഗ്രീൻ സിമെൻറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ്, IGBC പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെക്കമെൻഡഡ് ആയിട്ടുള്ള രീതിയിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്. യൂസ് മെറ്റീരിയൽസ് ദാറ്റ് റിഫ്ലക്ട് ഹീറ്റ് റാദർ ദാൻ അബ്സോർബ് ഇറ്റ്. ഇംപ്ലിമെൻറ്റ് ബിൽഡിംഗ് കോഡ്സ് ദാറ്റ് എംഫസൈസ് എനർജി എഫിഷ്യൻറ്റ് ഡിസൈൻസ്. പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് കേസിൽ എൻകറേജ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ലോക്കൽ എൻവയോൺമെൻറ്റൽ ഇനിഷ്യേറ്റീവ്സ്. ദ ഏർബൻ എലൈറ്റ് ഷുഡ് ബി ഇൻസെൻറ്റിവൈസ്ഡ് to support projects that benefits the broader community. പിന്നെ ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. upgrade drainage systems to prevent flooding during extreme weather events and implement heat shelters for vulnerable populations. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, urban elites disconnect with the harsh realities of city living presents a major challenge. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതൊരു കംഫർട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ്ങോ അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസ്പോൺസീവ് സ്ട്രാറ്റജീസ് ഒന്നും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സൊല്യൂഷൻസ് ആണെങ്കിലും ടൗൺ പ്ലാനിങ് ആണെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നോട്ട് ഓൺലി മാർജിനലൈസ്ഡ്, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഏർബൻ ലൈഫ് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്നാൽ ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇത് നിങ്ങളുടെ രീതിയിൽ നിങ്ങളൊന്ന് ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിങ് ഔട്ട് ദ കോസസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഹീറ്റ് ഐലൻഡ്സ് ഇൻ ദ അർബൻ ഹാബിറ്റാറ്റ് ഓഫ് ദ വേൾഡ്. 100 വേർഡ്സിൻ്റെ 5 മാർക്സ്. 2013 ഒരു PYQ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവുകയാണ്. സ്കട്ട്ലിംഗ് പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ. The Right to Information Act 2005 is one of India's most empowering pieces of legislation. Okay, it has played a pivotal role in exposing corruption and enabling citizens to hold the government accountable. However, as the RTA Act enters its 20th year, അപ്പോൾ ഇതിൽ കുറച്ച് ചാലഞ്ചസും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു RTA ആക്ടിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വേക്കൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട് ഇൻഫർമേഷൻ കമ്മീഷനിൽ. പിന്നെ റിഗ്രസീവ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് വരുന്നുണ്ട്. ആക്ടിവിസ്റ്റിനെതിരെയുള്ള അറ്റാക്സ് വരുന്നുണ്ട്. അപ്പോൾ RTA റെജീമിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ RTA ആക്ടിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് വന്നത്, ഇതിൻ്റെ കേസസ് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. നമുക്കറിയാം ഇത് പൊളിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് ആർട്ടിക്കിൾ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന കേസസും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ആൻഡ് ജുഡീഷ്യൽ റെക്കഗ്നീഷൻ ഓഫ് RTA ഇൻ ഇന്ത്യ, ഇംപ്ലിസിറ്റ് റെക്കഗ്നീഷൻ അണ്ടർ ആർട്ടിക്കിൾ 19 and 21. അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന രീതിയിൽ. However, Supreme Court of India has interpreted it as a derivative of Article 19(1)(a), which guarantees the right to freedom of speech and expression. പിന്നെ RTA എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതായത് ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. എംഫസൈസിങ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ എൻഷുറിങ് ആക്സസ് ടു ഇൻഫർമേഷൻ ദാറ്റ് അഫക്ട്സ് ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കേസസ് എന്താണ് എന്നാണ് നോക്കുന്നത്. കേസസ് എന്ന് പറയുന്നത് 1975 സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് രാജ് നരൈൻ കേസുണ്ട്. ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് ഇംപ്ലിസിറ്റ് ഇൻ ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അണ്ടർ ആർട്ടിക്കിൾ 19. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 19 ഇത് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു. പിന്നെ SP ഗുപ്ത വേഴ്സസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കേസുണ്ട്. അത് 1982 The court asserted that people have the right to know about every public act and details of transactions by public officials. പിന്നെ പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അത് 2004 കേസാണ്. ദ കോർട്ട് ലിങ്ക്ഡ് RTA ടു ദ റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21 ലിങ്ക് ചെയ്തു. അത് 2014 1975 ആർട്ടിക്കിൾ 19 ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എലിവേറ്റഡ് ഇറ്റ്സ് സ്റ്റാറ്റസ് ടു ദ ഹ്യൂമൻ റൈറ്റ്, സ്ട്രെസ്സിങ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ നേച്ചർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റെക്കഗ്നീഷനാണ്. The judicial emphasis on RTA and social movements, especially RTA movement led by Mazdoor Kisan Shakti Sanghan MKSS, influence the legislative process. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് ആയിട്ട് എന്താണ് പാർലമെൻറ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഇംപ്ലിമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ എനാക്ട് ചെയ്തു, എയിമിംഗ് ടു പ്രൊവൈഡ് എ പ്രാക്ടിക്കൽ ഫ്രെയിംവർക്ക് ഫോർ സിറ്റിസൺസ് ടു ആക്സസ് ഇൻഫർമേഷൻ ഹെൽഡ് ബൈ public authorities. The act was intended to promote transparency and accountability across all public authorities, thereby empowering the citizens and enabling participatory governance. ഓക്കെ, അപ്പം ഈ ഒരു RTA ആക്ടിൻ്റെ വീക്ക്നിങ് ആണ്. ഒരു എഡിറ്റോറിയലിൽ നമ്മൾ നോക്കുന്നതായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ 20 years ആയി എന്നാൽ ഈ RTA ആക്ടിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഒന്നെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ഡിലേ ഇൻ ഡിസ്പോസിംഗ് ഓഫ് അപ്പീൽസ് threaten to render the RTA Act ineffective. In 2023 observation, the Supreme Court noted that vacant post, അതായത് റൈറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലേക്കുള്ള വേക്കൻറ്റ് പൊസിഷൻസ് എല്ലാം എന്താണ് കുറേ വേക്കൻറ്റ് പൊസിഷൻസ് ഉണ്ട്. ഫെയിലിയർ ടു ഇമ്പോസ് പെനാൽറ്റീസ് ഓർ എൻഫോഴ്സ് അക്കൗണ്ടബിലിറ്റി, ഈ ഒരു ആക്ടിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതിൽ കണ്ടുപിടിക്കുന്ന കേസസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടോ ഒന്നും പറ്റാത്തത്. അമെൻമെൻറ്റ്സ് ഓഫ് ദ RTA ആക്ട് ആൻഡ് ദ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഡൈല്യൂട്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് എറോഡ് സിറ്റിസൺസ് എബിലിറ്റി ടു ഹോൾഡ് ദ ഗവൺമെൻറ് അക്കൗണ്ടബിൾ. ഓക്കെ, പിന്നെ RTA ആക്ട്സിനെതിരെ ആക്ടിവിസ്റ്റുകൾക്കെതിരെയുള്ള ത്രെറ്റുകൾ, അവരെ ഫിസിക്കലി
അബ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ പ്രശ്നങ്ങളാണ്. പിന്നെ ഈ ചാലഞ്ചസിനെയൊക്കെ എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും? ഒന്ന്, ഫില്ലിംഗ് ദ വേക്കൻസീസ് പ്രോംപ്റ്റ്ലി, അതായത് ഗവൺമെൻറ്റിന് അറിയണ ഇൻഫർമേഷൻ കമ്മീഷൻസിലൊക്കെ ഉള്ള വേക്കൻസീസ് പെട്ടെന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽസിന് പ്രോപ്പറായിട്ട് നല്ല ട്രാൻസ്പെറൻസിയും പബ്ലിക് ഇൻട്രസ്റ്റും ഉള്ള ഇൻഡിവിജ്വൽസിനെ വേണം ഇവിടെ ഹയർ ചെയ്യാനായിട്ട്. പിന്നെ റീസ്റ്റോറിംഗ് ദ ഓട്ടോണോമി ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്. ഇൻ 2019, amendments that compromise the Commission's independence should be reconsidered to ensure that they function without government interference. Adequate resources must be provided to information commissions to handle the high volume of applications effectively. പിന്നെ നോൺ കംപ്ലയൻസ് ആണെങ്കിലും അതിനുള്ള പെനാൽറ്റീസ് സ്ട്രെങ്തൻ ചെയ്യാം. ഓക്കെ, RTA Act's penalty provision should be enforced more rigorously to ensure that public authorities complies with the law. പിന്നെ ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ആണെങ്കിലും അവർ റിപ്പീറ്റ്ലി ഫെയിൽ ആകുകയാണെങ്കിൽ അവർക്കും സ്ട്രിക്റ്റ് കോൺസിക്വൻസസ് കൊടുക്കണം. പിന്നെ ഈ വിസിൽ ബ്ലോവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരും. അത് ഈ വിസിൽ ബ്ലോവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഓക്കെ, സപ്പോസ് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം നോൺ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതിൻ്റെ ന്യൂസ് പുറത്തു വിടുകയാണ്. ഓക്കെ, അപ്പോൾ ആ ന്യൂസ് പുറത്തു വിടുന്ന ആളെയാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. Okay, the government should formulate rules to implement the Whistleblowers Protection Act to safeguard RTA activists and whistleblowers. Okay, measures such as providing legal aid, protecting anonymity, and ensuring prompt investigation of threats should be instituted. Okay, പിന്നെ ഉള്ളത് ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. Amendments of Section 8(1)(j) of the RTA Act should be reviewed to ensure that the exemption of personal information does not undermine public's right to ഇൻഫർമേഷൻ. ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒരു RTA അണ്ടറിൽ വരാതിരിക്കാനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എ ബാലൻസ് ബിറ്റ്വീൻ ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഷുഡ് ബി മെയിൻറ്റെയിൻ ടു അപ്ഹോൾഡ് സിറ്റിസൺസ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്. കൺക്ലൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, RTA Act 2005 ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി എംപവർഡ് സിറ്റിസൺസ് ബൈ റീഡിസ്ട്രിബ്യൂട്ടിംഗ് പവർ ഇൻ എ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ദ പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇത് 20 years ആയി കഴിയുമ്പോഴേക്ക് അതിലുണ്ടാകുന്ന ഇറോഷൻ ആണെങ്കിലും ഡെമോക്രാറ്റിക് എത്തോസിന് ഒരു ത്രെറ്റാണത്. ഓക്കെ, അതായത് നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂസിന് ഒരു ത്രെറ്റായിട്ടാണ് അത് വരുന്നത്. ഗവൺമെൻറ് മസ്റ്റ് പ്രയോറിറ്റൈസ് റിഫോംസ് ടു സ്ട്രെങ്തൻ ദ RTA റെജീം. അതായത് ഒരു കോമൺ മാനിന് ഭയങ്കര പവേഴ്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് RTA എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ അവർ ഫങ്ഷൻ ചെയ്യുന്ന പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു പവർ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് RTA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീസ്റ്റോർ ദ ഓട്ടോണോമി ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ് ആൻഡ് പ്രൊട്ടക്ട് ദോസ് ഹു എക്സസൈസ് ദെയർ റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ DNA ഉണ്ടായിരുന്ന മെയിൻ ന്യൂസുകൾ. അപ്പം ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വളരെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. RTA ആണെങ്കിലും അർബൻ ഹീറ്റ് ഐലൻഡൊക്കെ ആണെങ്കിലും. അപ്പം ഇതിലൊക്കെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ ആൻസർ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.